ഹരേ കൃഷ്ണ. ഇന്ന് ഞാനൊരു അനുഭവമാണ് കേട്ടോ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. അതിങ്ങനെ ഓർക്കുമ്പോഴും ഇങ്ങനെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷമുണ്ട്. കുറേ നാളായി ഇങ്ങനെ പറയണം എന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും അതിന് അവസരം ഉണ്ടായത്. ഭഗവാൻ നേരിട്ട് വിളിച്ച് പാൽപ്പായസം തന്ന ഒരനുഭവം, അങ്ങനെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. ഈ കഴിഞ്ഞ ഡിസംബർ 9 വൈകുന്നേരം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടുണ്ടായ ഒരു സംഭവമാണ് കേട്ടോ പറയുന്നത്. എൻ്റെ അമ്മയുടെ അനിയത്തിയും, അതായത് എൻ്റെ ചെറിയമ്മയും ചെറിയച്ഛനും അവരുടെ മകളും ഭർത്താവും പേരക്കുട്ടിയും കൂടെ തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു. അവർ ബാംഗ്ലൂരാണുള്ളത്. വർഷത്തിൽ എങ്ങനെ പോയാലും ഒരിക്കലെങ്കിലും ഗുരുവായൂർ വന്ന് തൊഴാറുണ്ട്. പലപ്പോഴും വർഷത്തിൽ ഒന്നിൽ കൂടുതൽ തവണ വന്ന് തൊഴാറുണ്ട്. അതുമാത്രമല്ല, എന്തെങ്കിലും നാട്ടിൽ എവിടെയായാലും എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഗുരുവായൂർക്കാണ് വരിക. ഇവിടെ വന്ന് താമസിച്ച് ഭഗവാനെയൊക്കെ തൊഴുതിട്ടാണ് ഏത് പരിപാടിക്കാണെങ്കിലും പങ്കെടുക്കാറ് പതിവേ. ഇത്തവണയും വന്നത് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പാലക്കാടാണ് കല്യാണം. ബുധനാഴ്ചയായിരുന്നു കല്യാണം. അപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരം ഗുരുവായൂർ വന്ന് താമസിച്ച് ഭഗവാനെയൊക്കെ കണ്ട് ബുധനാഴ്ച രാവിലെ കല്യാണത്തിന് പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ ചൊവ്വാഴ്ച വൈകുന്നേരം വന്നപ്പോൾ ഞാനും അവരുടെ കൂടെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോയി. സന്ധ്യ സമയമാണ്, ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും അമ്പലത്തിൽ കയറി തൊഴുതു. തുലാഭാരമൊക്കെ കഴിക്കാനുണ്ടായിരുന്നു അവർക്ക്. അച്ഛനും മോൾക്കും തുലാഭാരം ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ആൾരൂപമൊക്കെ എടുത്തു വെച്ചു. അങ്ങനെ അത്യാവശ്യം വഴിപാടുകളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. അങ്ങനെ തൊഴുത് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എപ്പോൾ വന്നാലും അവർ പാൽപ്പായസം ചീട്ടാക്കും. ഒരുപാട് പാൽപ്പായസമൊക്കെ ചീട്ടാക്കി ഞങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും വിശേഷമൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ വീട്ടിലും ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. ആ വലിയ സംഖ്യയ്ക്ക് തന്നെ പാൽപ്പായസമൊക്കെ ചീട്ടാക്കി വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടുവന്ന് എല്ലാവരും കൂടെ കഴിക്കണ പതിവുണ്ട്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെ ചെറിയമ്മ പറഞ്ഞു, ഇപ്പോൾ പാൽപ്പായസം ചീട്ടാക്കിയോ കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചില ദിവസമൊക്കെ കിട്ടാറുണ്ട്. നമുക്ക് സന്ധ്യ കഴിഞ്ഞാലും ചിലപ്പോൾ പാൽപ്പായസം ബാക്കി ഉണ്ടെങ്കിലൊക്കെ കിട്ടുമല്ലോ. ഞാൻ പറഞ്ഞു, ഒന്ന് ചോദിച്ചിട്ട് വരാം, അഥവാ കിട്ടിയാൽ നമുക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് അവിടെ പടിഞ്ഞാറേ നടയിൽ കൂടെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അവിടെ തന്നെയാണല്ലോ ചീട്ടാക്കുന്ന കൗണ്ടറും പ്രസാദം കൊടുക്കുന്ന കൗണ്ടറൊക്കെ. അപ്പോൾ പ്രസാദം കൊടുക്കുന്ന കൗണ്ടറിൻ്റെ അവിടെയാണ് എത്തിയത്. അപ്പോൾ അവിടെ ഓടി ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഇപ്പോൾ പാൽപ്പായസം ചീട്ടാക്കിയാൽ കിട്ടുമോ എന്ന്. അപ്പോൾ കൗണ്ടറിലിരുന്ന ആ തിരുമേനി പറഞ്ഞു, ഇല്ല, നാളെ രാവിലെ കിട്ടുള്ളൂ എന്ന്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കണതും അദ്ദേഹം പറഞ്ഞതും ഇവരെല്ലാവരും കേട്ടു. ഞങ്ങളൊരു 5-6 പേരുണ്ട് കേട്ടോ. അപ്പോൾ സാരമില്ല, ഇനിയിപ്പോൾ ഇപ്രാവശ്യം പാൽപ്പായസം കുടിക്കണ്ട, അടുത്ത തവണ വരുമ്പോഴാവാമെന്നും പറഞ്ഞ് ഞങ്ങളൊരു 5-6 ചുവട് നടന്നു കേട്ടോ. അപ്പോൾ ഈ കൗണ്ടറിൽ 2-3 കൗണ്ടർ ഉണ്ടല്ലോ, അവിടെയൊക്കെ കുറേശ്ശെ ആൾക്കാരിങ്ങനെ വരി നിൽക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ കുറേ ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിലൊക്കെ ഒരുപാട് ഭക്തരിങ്ങനെ ഇരിക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇതും പറഞ്ഞ് ഇങ്ങനെ ഒരു 4 ചുവട് നടന്നപ്പോഴേക്കും ആ കൗണ്ടറിൻ്റെ അവിടെ വരിയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാൾ ഏയ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്ന് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും തിരിഞ്ഞു നോക്കി. ഞാനും തിരിഞ്ഞു നോക്കി, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അവരെല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ പരിചയമില്ലാത്ത ഒരാളാണ്. ഞാൻ നോക്കിയപ്പോൾ എനിക്കും പരിചയമില്ല, അവർക്ക് പിന്നെ ഒട്ടും പരിചയം ഉണ്ടാവാൻ വഴിയില്ലല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാം എന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു. ഞങ്ങൾ വീണ്ടും ഒരടി വയ്ക്കുമ്പോഴേക്കും വീണ്ടും അവിടെ നിന്ന് വിളിക്കുക, ഏയ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുന്നുണ്ട്. അപ്പോഴും ഞങ്ങളെല്ലാവരും തിരിഞ്ഞു നോക്കിയിട്ടോ. തിരിഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ആരെയാണ് നോക്കണമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞങ്ങളെ അല്ല. പക്ഷെ അപ്പോൾ എനിക്ക് വെറുതെ ഇങ്ങനെ തോന്നി. ഞാനിങ്ങനെ അദ്ദേഹത്തോട്, ഇദ്ദേഹം ഇങ്ങനെ പ്രസാദം കൊടുക്കുന്ന കൗണ്ടറിൻ്റെ ഏറ്റവും മുമ്പിലാണ്, ആദ്യത്തെ ആളായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് കേട്ടോ. ഞാൻ വെറുതെ എന്നെയാണോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വരൂ എന്ന് പറഞ്ഞ് കൈകൊണ്ട് കാണിച്ചു. അപ്പം ഞാൻ ഇപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞ് ഓടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഓടിയിട്ടാട്ടോ ചെന്ന്, ഓടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഓടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അടുത്ത് ചെന്ന വഴിക്ക് അദ്ദേഹം ചോദിക്കുക, പാൽപ്പായസം ചോദിച്ചില്ലേ? അപ്പോൾ ഞാൻ ഉടനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഡപ്പയാണ്, അത്യാവശ്യം വലിയൊരു ഡപ്പ എടുത്തിട്ട് ഇതാ പിടിക്കൂ, ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്ഷനിൽ അത് വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇതാ ചീട്ട്, ഈ വരിയിൽ ചെന്ന് നിന്നോളൂ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ പാൽപ്പായസം കിട്ടും കേട്ടോ എന്ന്. അപ്പോൾ ഞാനിങ്ങനെ മേടിച്ച് നോക്കി നിൽക്കുക, ഇദ്ദേഹത്തെ പരിചയമില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പാൽപ്പായസം ഇപ്പോൾ കിട്ടും, അവിടെ ചെന്ന് നിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താങ്ക്സ് പറയണം അദ്ദേഹത്തിനോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് താങ്ക്സ് ഒന്നും പറയണ്ട, ഭഗവാനോട് പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ട് ഇതും വാങ്ങിയിട്ട് 2ഉം വാങ്ങി ഇവരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ പാൽപ്പായസത്തിനുള്ള പാത്രവും കിട്ടി, ചീട്ടും കിട്ടി എന്ന് പറഞ്ഞു.
അപ്പോൾ എൻ്റെ ചെറിയമ്മയുടെ മരുമകൻ ചോദിച്ചു, ആ ചീട്ടിൻ്റെ പൈസ കൊടുക്കണ്ടേ അദ്ദേഹത്തിനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, അദ്ദേഹം അതൊന്നും ചോദിച്ചില്ല, ഈ വരിയിൽ നിന്നാൽ മതി, 15 മിനിറ്റ് കഴിഞ്ഞാൽ പാൽപ്പായസം കിട്ടുന്ന പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയമ്മയുടെ മരുമകൻ ഞാൻ നിന്നോളാമെന്നും പറഞ്ഞ് ചെന്ന വരിയിൽ നിന്ന്, വരിയിൽ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഞാൻ വീണ്ടും തിരിഞ്ഞു നോക്കി, അവരൊക്കെ തിരിഞ്ഞു നോക്കി. ചെറിയമ്മ ചോദിച്ചു, സിന്ധുവിന് അറിയോ ഈ ആളെ? എന്നെ സിന്ധു എന്നാ വിളിക്കുക കേട്ടോ അവരൊക്കെ. സിന്ധുവിന് ഈ ആളെ അറിയോ ചോദിച്ചു ചെറിയമ്മ. ഞാൻ പറഞ്ഞു ഇല്ല ചെറിയമ്മ, എനിക്കറിയില്ല ആളെ. ഞാനിങ്ങനെ വീണ്ടും ഇദ്ദേഹത്തെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി, പരിചയമുള്ള വല്ല ആളാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഒരു പരിചയമില്ല. അത്യാവശ്യം നല്ല ഉയരവും വണ്ണമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഒരു കാവി മുണ്ടാണ് എടുത്തിരിക്കുന്നത്, ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ മനസ്സിലായില്ല ഇത് ആരാണെന്നും അറിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഭഗവാൻ വിളിച്ച് തന്നതായിരിക്കും പാൽപ്പായസം കിട്ടുമോയെന്ന് നമ്മൾ ചോദിച്ചില്ലേ. അപ്പോൾ ചെറിയച്ഛനും എല്ലാവരും പറഞ്ഞു, ചെറിയമ്മയുടെ മോളൊക്കെ ശരി തന്നെ ആയിരിക്കും, ഇവിടെ എത്ര ആൾക്കാരുണ്ട് അല്ലേ, അവരോടൊന്നും ചോദിച്ചില്ലല്ലോ പാൽപ്പായസം വേണമെന്ന്. ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ആരും വിളിച്ചില്ലല്ലോ. നമ്മളെ ഇങ്ങനെ വിളിച്ച് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗുരുവായൂരപ്പൻ തന്നത് തന്നെ ആവൂലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അദ്ദേഹം ആ ഒന്നാമത്തെ വരിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പാൽപ്പായസം കിട്ടി. പാൽപ്പായസം വാങ്ങിച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ ആ വരിയിൽ നിന്നൊക്കെ നീങ്ങി നിന്നു. അപ്പോൾ ഇദ്ദേഹം വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പാത്രം ഉണ്ടായിരുന്നു, ഒരു ചീട്ടും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലും. അങ്ങനെ ചെറിയമ്മയുടെ മകനൊക്കെ ചെന്നിട്ട് അദ്ദേഹത്തിനോട് വീണ്ടും നന്ദി പറയാണ്. ഞങ്ങളിപ്പോൾ പാൽപ്പായസം കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, അപ്പോൾ നന്ദി ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു, എന്നോട് നന്ദി പറയണ്ട, ഭഗവാനോട് പറഞ്ഞാൽ മതി, ഞാൻ വെറും ഒരു നിമിത്താണ്, അങ്ങനെ കരുതിയാൽ മതി എന്ന്. അപ്പോൾ ശരിക്കും തോന്നിയിട്ടോ ഇത് ഭഗവാൻ തന്നെ ആയിരിക്കും. ഇനി അല്ല, ഇനി ഭഗവാനല്ല, ആരെങ്കിലും ഭഗവാന്റെ ഒരു ഭക്തനാണ്, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ പാൽപ്പായസം ചോദിച്ചപ്പോൾ കൊടുക്കാമെന്ന് തോന്നിയിട്ടാണോ എന്താണെന്നറിയില്ല, എൻ്റെ ഈ കഥ കേൾക്കുക അല്ലെങ്കിൽ എൻ്റെ ഈ അനുഭവം, ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. കാരണം മറക്കാൻ പറ്റില്ല. കാരണം നമുക്കിങ്ങനെ ചെറിയ ചെറിയ സന്തോഷങ്ങളായിട്ടല്ലേ ഭഗവാൻ നമ്മുടെ മുന്നിലേക്ക് വരിക. പാൽപ്പായസം ഇങ്ങനെ ആഗ്രഹിച്ചു, എന്നാൽ ഇനി കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിരാശയോട്ട് നടക്കുമ്പോൾ നമ്മളിങ്ങനെ വിളിച്ചു തരിക. ഇത്രയും ആൾക്കാരുള്ളപ്പോൾ അദ്ദേഹത്തിന് വേറെ ആരെങ്കിലുമൊക്കെ വിളിക്കായിരുന്നില്ലേ? അതൊന്നും ചെയ്യാണ്ട് ഞങ്ങളെ തന്നെ വിളിച്ച് ഞങ്ങൾക്കൊരു ഡപ്പയും ചീട്ടും രണ്ടും കൂടെ തരണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഭഗവാൻ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഭഗവാൻ പറഞ്ഞു വിട്ട ആരെങ്കിലും തന്നെയായിരിക്കും. അങ്ങനെ വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. ഈ വീഡിയോ കണ്ടിട്ട് അന്ന് ഞങ്ങൾക്ക് പാൽപ്പായസം തന്ന ആരെങ്കിലും, ഈ ശരിക്കുള്ള ആരെങ്കിലും ആണെങ്കിൽ അദ്ദേഹം ഈ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റിൽ എഴുതൂ, അതും ഞങ്ങൾക്ക് സന്തോഷമാണ്. അങ്ങനെയാണെങ്കിലും അത് ഭഗവാൻ പറഞ്ഞിട്ട് തന്നതാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. ഹരേ കൃഷ്ണ.